ഇപ്പോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് മതപുരോഹിതന്മാരെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിം യുവത ഉണർന്ന് ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു. പൃഥ്വിരാജ്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും നിറഞ്ഞ സ്നേഹമാണ്. എനിക്ക് വേറെ ആരുമില്ലപ്പാ സ്നേഹിക്കാൻ. നിങ്ങൾ തരുന്ന സ്നേഹമാണ് എന്നെ വീണ്ടും വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോ മുസ്ലിങ്ങൾ തന്നെ കാര്യങ്ങൾ ഏറെ ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് യുവതലമുറ. നമുക്ക് വേണ്ടതും യുവതലമുറയുടെ ആ ചിന്ത തന്നെയാണ്. അവരെ കാര്യങ്ങൾ ചിന്തിക്കുകയും അവരെ കാര്യം അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കുകയും ചെയ്തിട്ട് പബ്ലിക്കിൽ വന്ന് ഉസ്താദുമാരോട് പിടിച്ചു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറയുന്നത്, ഉസ്താദെ എത്ര തിരക്കായിരുന്നാലും ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഇതിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുവാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചോദിക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ്. ഇന്നലെ നമ്മൾ കണ്ടു, ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ പേര് മുബീന എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ കെട്ടി സംരക്ഷിച്ച ഈ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിൽ എന്ത് മാതൃകയാണുള്ളത്? ഞങ്ങൾ എങ്ങനെയാണ് ഈ പ്രവാചകനെ മാതൃകയാക്കുന്നത്? തന്നെയുമല്ല, 6 വയസ്സ് വരെയുള്ള കുട്ടി അതിനകത്തുണ്ടായിരുന്നു വിവാഹം കഴിച്ചത്. അങ്ങനെ വരുമ്പോ അത് സംരക്ഷണാർത്ഥമായിരുന്നോ? ഇന്ത്യ രാജ്യത്ത് ശൈശവ വിവാഹമൊക്കെ നിരോധിക്കപ്പെട്ട ഈ രാജ്യത്ത് പ്രവാചകന്റെ ചര്യ ഞങ്ങൾ എങ്ങനെ പിൻപറ്റും എന്നതാണ് ചോദ്യം. അപ്പോ ഉസ്താദ് പറഞ്ഞത്, ഈ ചോദ്യം ശരിയല്ല. അതാണ് ചോദ്യം ശരിയല്ല. നിങ്ങൾ എന്ത് ചോദിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതൊക്കെയാണ് എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കും. നൂർ മുഹമ്മദേ, നിന്റെ തന്തയുടെ വകയാണോടാ ലൈവിൽ നിന്ന് പോകാൻ പറയാൻ? ഇറങ്ങിപ്പോടാ ചേറ്റേ എന്റെ ലൈവിൽ നിന്ന് എന്ന് ഞാനാ പറയേണ്ടത്. പക്ഷേ നീ പോകരുത്, നീ അവിടെ നിൽക്കണം. കാരണം നിന്റെ മാനവരിൽ മനോഹരനെ കുറിച്ച് ഞാൻ എന്താണ് പറയുന്നത് എന്ന് നീ കേൾക്കണ്ടേടാ. അപ്പോൾ നിന്റെ തന്തയ്ക്ക് വിളിക്കാനും കൂടി നീ തന്നെ കാരണമുണ്ടാക്കിയില്ലേ? റൊമ്പ നന്ദി. ദഹാനില പറയും ബാക്കി നിനക്ക് കേട്ടോ. ഇങ്ങനെ മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. കുറെ തീവ്രവാദി പെണ്ണുങ്ങൾ ഈ രാജ്യത്തെ മുടിക്കാനും ഈ രാജ്യത്തെ തകർക്കാനും മതരാജ്യമാക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ ഒരു വിഭാഗം പെൺകുട്ടികൾ ഈ രാജ്യത്തെ സ്നേഹിക്കാനും സന്നദ്ധമായി മുന്നോട്ട് വന്നു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമില് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും ഹോമോസും ലെസ്ബിയനെ കുറിച്ചും ചോദിച്ചപ്പോൾ അതവരുടെ ഹോർമോൺ ചേഞ്ച് ആണ്, അത് അവരുടെ താല്പര്യമാണ് എന്നാ പറഞ്ഞത്. നൂർ മുഹമ്മദ് അതാ പറഞ്ഞത്, നിന്റെ വാപ്പയാണെന്ന് കേട്ടില്ലേ? വാപ്പയാണെന്ന് പറഞ്ഞില്ലേ? എടാ, അതുപോലെ ഒരു ചെറ്റയ്ക്കുണ്ടായവനായാലേ നിനക്ക് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിനക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് എഴുതാനുള്ള സ്വാതന്ത്ര്യം, എനിക്കിത് പറയാനുമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ മദ്രസയിലെ മണപ്പിച്ച് നടന്നാൽ പോരടാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ബുദ്ധിയും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് കാഫിറുകളായ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇതിനകത്ത് വലിഞ്ഞു കയറി വരാൻ നിന്നോട് ആരാടാ പറഞ്ഞേ അറിയപ്പെടാ എന്ന് പറയിപ്പിക്കരുത്. അതിനു മുമ്പ് മാന്യമായിട്ട് ഇറങ്ങിപ്പോയിട്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞൊരു മൂലയ്ക്ക് വരികടാ, പോടാ പോടാ പോടാ. ഒന്നും അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയല്ലേടാ, കഹഫൊക്കെ ഓതിക്ക് നിനക്ക് ഗുണം കിട്ടത്തില്ലായിരുന്നു. പോട്ടെ. അപ്പോ പെൺകുട്ടികൾ ചോദിക്കുന്നു തിരിച്ച്, അതിനെന്താ പ്രശ്നം? ആണിനോട് പെണ്ണിന് പെണ്ണിനോട് അത് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ? അത് അവരുടെ താല്പര്യമല്ലേ? അതിനകത്തേക്ക് മതം കൊണ്ടുവരികയും അതിനകത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞൊണ്ടി ന്യായങ്ങളും ഒന്നും അതിനകത്തേക്ക് കേട്ടണ്ട. അവരായിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. അവരിൽ വരുന്ന ഹോർമോൺ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. അള്ളാഹു അഹ്സനുൽ ഖാലിഖീനാണ്. എല്ലാം ഒത്തിണങ്ങി മനുഷ്യനെ സൃഷ്ടിക്കുന്നവനാണ് പടച്ചവൻ എന്ന് പറഞ്ഞിട്ട്
മര്യാദയ്ക്ക് അറ്റം വേണോ വേണ്ടേന്ന് പോലും തീരുമാനിക്കാൻ പടച്ചോന് കഴിഞ്ഞിട്ടില്ല. എനിക്ക് സ്വർഗം വേണ്ട സജിന അജു. നിനക്ക് കിട്ടുന്ന സ്വർഗം നീ വാങ്ങിച്ചോ, സന്തോഷത്തോടെ ജീവിച്ചോ, എനിക്ക് വേണ്ട. ആ മലബാർ സ്പൈ നിന്റെ ഉമ്മാക്കത് ഉള്ളത് കൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നിന്റെ ഉമ്മ നിന്നെ തൂറിയിട്ടതാണെന്ന് ഇവിടെ ആരറിഞ്ഞു? ലൈംഗിക അവയവങ്ങളുടെ പേര് വെച്ചിട്ട് തെറി പറഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് എറിക്കുമെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ മൂക്ക്, നിന്റെ നാക്ക്, നിന്റെ തല എന്നൊക്കെ പറഞ്ഞാലുള്ളത് പോലെ ഉള്ളടാ ശരീരത്തിലെ ഒരു അവയവം. അത് നിനക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ നമ്മുടെ കുഴപ്പമൊന്നുമല്ല, സാരമില്ല, ക്രമേണ നിനക്ക് മനസ്സിലാകും. ഒരു യുവാവിന്റെ ഉസ്താദിനോടുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ. സ്വന്തം ഭാര്യയിൽ നിന്ന് ലൈംഗിക സംതൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ ഭാര്യയെ അറിയാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നതായിരുന്നു ഒരു ചോദ്യം. അതിനു മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദുമാരുടെ മറുപടി യുവാവ് ലൈവായി ചോദിക്കുന്നു. ഒരു സദസ്സിലേക്കാണ് ചോദിക്കുന്നത്. ശരി, അതിനു മുമ്പ് തന്നെ ഇവരിതിന് ഉത്തരം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നത് നിനക്കൊരു സാഹചര്യം വന്നാൽ, നിന്റെ ഭാര്യയെ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ, നിന്റെ ഭാര്യയിലുള്ള ജീവിതം നിനക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായാൽ, നിനക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാൽ, നിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തവണ്ണം നിന്റെ ഭാര്യ അബലയായി രോഗിയായി പോയാൽ, ഇതുപോലെ നിരവധി ഘട്ടങ്ങൾ നിനക്കുണ്ടായാൽ, നീ ഒരു കല്യാണം കൂടി കഴിച്ചാൽ ആ പെണ്ണിനോട് നിനക്ക് പരിപൂർണമായി നീതി പുലർത്താൻ കഴിയുമെന്ന് ബോധ്യമുണ്ടായിരിക്കവേ നീ എന്ത് ചെയ്യരുത്? നിന്റെ ഭാര്യയുടെ ജീവിതം അസംതൃപ്തമായതിന്റെ പേരിൽ നീ റെസ്ട്രീറ്റുകളിൽ പോകരുത്, വ്യഭിചാരശാലകളിൽ പോകരുത്, വ്യഭിചാരിപ്പാടില്ലാതെയാണ് പോകരുത്. നീ നിന്റെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ചാരിത്രം നശിപ്പിക്കരുത്. നീ തെറ്റായ വഴിയിലേക്ക് പോകരുത്. നീ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന വ്യഭിചാര കേന്ദ്രങ്ങളെ തേടി പോകരുത്. ഒരു സംതൃപ്തയായ പെണ്ണിന് കൂടെ നീ ജീവിതം കൊടുക്കുക. ഇത് നമ്മുടെ അബ്ദുൽ നാസർ മദനി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാ. പറഞ്ഞത് നിങ്ങൾ കേട്ടോ. നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗമുണ്ടായാൽ, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ, നീ മറ്റൊരു വിവാഹം കഴിച്ച് അവളുമായി സുഖമായിട്ട് ജീവിച്ച് ലൈംഗിക സംതൃപ്തി അനുഭവിക്കുക. നീ വ്യഭിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ, ആ രൂപത്തിൽ പോയിട്ട് മറ്റെന്തെങ്കിലും രോഗം ബാധിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതാണെന്ന്. അല്ല ഉസ്താദേ, ഇത് തിരിച്ചും വരാമല്ലോ. ഇത് തിരിച്ചും വരാമല്ലോ. പുരുഷൻ എന്തെങ്കിലും രൂപത്തിൽ രോഗം വന്നു, സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അതിനെന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു വെക്കണ്ടായിരുന്നോ? ഈ പുസ്തകം മുഴുവനും ഇത് തന്നെയാണ്. എന്നിട്ട് സ്ത്രീകൾ അത് ചെയ്യരുത്, സ്ത്രീകൾ ഇത് ചെയ്യരുത്. അതെന്താ കാക്കാമാരത് ചെയ്താൽ കുഴപ്പം? ഇപ്പൊ ആലോചിച്ച് പെണ്ണ് ആകെ മൂടണം. എന്തിനാണ്? പുരുഷന്റെ പ്യൂരിറ്റി സൂക്ഷിക്കാൻ. പുരുഷൻ കണ്ണുകൊണ്ട് കണ്ടാൽ പുരുഷന് കാണുന്നതാണ് കാമം, ദൃശ്യമാണ് പുരുഷനിൽ കാമമുണ്ടാക്കുന്നത്. അതുകൊണ്ട് പെണ്ണ് മൂടണം, പെണ്ണ് പൊതിയണം. കൊള്ളാം. അപ്പൊ ആ കണ്ണിനെ നിയന്ത്രിക്കാനല്ലേ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ അതൊന്നും പറ്റില്ല. പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലിക്കൊല്ലണം, അതല്ലെങ്കിൽ പൂട്ടിയിടണം. ഇതൊരു നാട്ടിലെ മുഴുവൻ ആളുകളെയും പൂട്ടിയിടണം. ബിസിനസ്. അവനെന്താ ചോദിക്കുന്ന? കാപ്പാടുകാരൻ പോയോന്നോ? കാപ്പാടുകാക്ക ഓടിയോന്നോ? കാപ്പാടുകാക്ക ഇപ്പൊ നിന്റെ തള്ളയുടെ കൂടി അറിഞ്ഞില്ലേ? അതിന്റെ തള്ളയ്ക്ക് കാമഭ്രാന്ത് മൂത്തുന്നോ, എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കാപ്പാടുകാക്കായ്ക്ക് അത് പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നിന്റെ ഉമ്മയുടെ കൂടെ അറിഞ്ഞില്ലേ നീ? നിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ പറയിപ്പിക്കാനല്ലടാ നാറികളെ നീയൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നത്. ഇറങ്ങിപ്പോടാ ഊളകളെ, പോടാ.